പൂവത്തുംചാലിലെ സോണയുടെ മരണം കൊലപാതകമെന്ന് സംശയം. കാരണം അതിൻ്റെ സാഹചര്യങ്ങൾ, ആ തീ കത്തിയ സ്വഭാവം, സോണയും രജിൻലാലും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം വെച്ച് നോക്കിക്കഴിയുമ്പോൾ അതൊരു കൊലപാതകമാണ് എന്ന് തോന്നുന്നു. ഈ സംഭവം നടന്നത് പൂവത്തുംചാലിലെ സോണയും ഷജിൻലാലും ആശുപത്രിയിൽ പോയി മടങ്ങുന്ന വഴി കാറ് കത്തിയെന്നാണ് പറയുന്നത്. കാറിന് തീ പിടിച്ചു. സാധാരണയിലെ കാറുകൾക്ക് തീ കത്തുന്നത് മുൻവശം എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. പക്ഷേ ഈ തീ കത്തിയതിൽ മുൻവശത്തെ എഞ്ചിനോ അവിടുത്തെ AC-ക്കോ അവിടുന്ന് തീ പടർന്നിട്ടില്ല. കാറിൻ്റെ ഡിക്കിയിൽ തീ പടർന്നിരിക്കുന്നത്. ചെറുവണ്ണൂർ കക്കറമുക്ക് എടോളി താഴയിൽ രാത്രി 9:30-ക്കാണ് ഈ കാറ് കത്തുന്നത്. വിജനമായ സ്ഥലമാണ്. ആ ഇരുവശത്തും കൃഷിസ്ഥലമാണ്. താഴോട്ട് റോഡിനോട് ചേർന്ന് ഒരു ചാലുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. ഈ കാറ് അവിടുന്ന് അങ്ങോട്ട് വരുമ്പം കാറിൻ്റെ പിന്നിലെ തീ കണ്ടതായിട്ടും നാട്ടുകാർ പറഞ്ഞു. അവർ കാറിൻ്റെ പിന്നാലെ ഓടി എന്ന് പറയുന്നുണ്ട്. കാരണം തീ പിടിച്ച വിവരം കാറ് സഞ്ചരിക്കുന്നവർ അറിഞ്ഞിട്ടില്ലല്ലോ. അത് കണ്ട ആൾക്കാർ കാറിൻ്റെ പിന്നാലെ ഓടി. കാറ് നിശേഷം കത്തി അമർന്നത് നമ്മൾ കണ്ടു. ആ കാറിൽ ഡ്രൈവ് ചെയ്തിരുന്ന രജിൻലാൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം അയാളുടെ ഡ്രസ്സ് തീ കത്തി. അയാൾ തൊട്ട് അടുത്തുള്ള ചാലിലേക്ക് ചാടി തീ കെടുത്തി. അയാൾക്ക് 60% പൊള്ളലുണ്ടോ എന്ന് നമുക്കറിയില്ല. അയാളിപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. ഇവരുടെ കുടുംബജീവിതം അത്ര ഭദ്രമായിരുന്നില്ല. രജിൻലാലും സോണയും പരിചയപ്പെടുന്നത് ഓൺലൈനിലാണ്. ഇയാളന്ന് ഗൾഫിലാണ്. അങ്ങനെ പരിചയപ്പെട്ടു. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് രജിൻലാലിനും മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടെന്ന് ഈ പെൺകുട്ടി കണ്ടെത്തി. അവളെയും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചതായിട്ടാണ് അറിവ്. അങ്ങനെ സോണയും രജിൻലാലും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുശേഷം ട്രെയിനിൽ തല വെക്കാൻ ഉള്ള ശ്രമം നടത്തിയതായിട്ടാണ് വരുന്നത്. പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതായിട്ട്, ട്രെയിനിൽ പോയി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടുമൊക്കെ വാർത്ത വരുന്നുണ്ട്. അതൊരു പ്രീവിയസ് കഥയാണ്. 2023 ഇവർ വിവാഹിതരായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടി 6-7 മാസം പ്രഗ്നൻ്റാണ്. ഇയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. ഇയാൾക്ക് വേറെ ഇവരല്ലാതെ മറ്റ് ചില സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോയപ്പം സോന അതിന് തടസ്സമിട്ടു. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കാറ് കത്തിയതുമായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മേപ്പയൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കാറിൻ്റെ മുൻവശത്തു നിന്നോ AC-യിൽ നിന്നോ തീ കത്തി പിന്നിലോട്ട് വന്നിട്ടില്ല. കാറിൻ്റെ പിന്നാലെ തീ കത്തുന്ന ഡിക്കി കൂടെ പുകയും തീയൊക്കെ കണ്ടപ്പം പിന്നാലെ ഓടി വരുന്നവർ കാറിനകത്തൊരു വലിയ സ്ഫോടനം ഉണ്ടായിട്ട് മൊത്തം കത്തുകയായിരുന്നെന്നാണ് പറയുന്നത്. അവർ കാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ ധരിച്ചിരുന്ന കാർ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അയാൾ ദേഹത്ത് തീ പടരുന്നു. അയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അയാളുടെ അടുത്ത് ഇവരെല്ലാവരും പറഞ്ഞ് ആ വെള്ളത്തിൽ ചാടി അയാൾ തീ കെടുത്തി. ആ വെള്ളത്തിൽ നിന്ന് ആൾക്കാർ തൊട്ടിയിലും പാത്രങ്ങളിലും ഒക്കെ വെള്ളം കോരി കാറിൻ്റെ തീ കെടുത്താൻ ശ്രമിച്ചപ്പം ആ സമയത്താണ് അയാൾ പറയുന്നത് കാറിൻ്റെ പിന്നിലൊരാളുണ്ടെന്ന്. അത് നാട്ടുകാർക്ക് വലിയ ഞടുക്കമായി. ഇയാൾ ഇത്ര നേരം പറഞ്ഞില്ലല്ലോ, അവിടെ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അത് കത്തി അമർന്നോട്ടെ എന്ന മനസ്സിലുണ്ടായിരുന്നു എന്ന് ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. പിന്നീടാണ് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞാൽ നാട്ടുകാർ വന്നപ്പം കത്തുന്ന കാറിൻ്റെ പിന്നിലെ ഡോറ് തുറക്കാൻ നോക്കിയപ്പം അത് ലോക്ക്ഡൗണാണ്. അത് മനഃപൂർവ്വമായിരുന്നു ലോക്ക് ചെയ്തിരുന്നത്. ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് ജനങ്ങൾ ആ പെൺകുട്ടിയെ പുറത്തെടുത്തത്. അതിലെ ഷീറ്റിൽ കിടത്തി
അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള ശ്രമത്തിനിടയിൽ അവർക്കല്പം ജീവനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചെറുവണ്ണൂർ പൂവത്തൻചാലിൽ ജലീലാൻ്റെ ഭാര്യയ്ക്ക് സോനുവിന് 27 വയസ്സുണ്ട്. അയാൾക്കൊരു 30-32 വയസ്സ് പ്രായമുണ്ട്. അയാൾ പല സ്ത്രീകളുമായിട്ട് ബന്ധം ഉള്ള ആളാണെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഇവരെ അതുകൊണ്ട് തന്നെ സംശയമാവുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവരെ കാറിൻ്റെ പിന്നിൽ കിടത്തിയത്? മുൻവശത്തെ സീറ്റിലല്ലേ അയാൾ ഇരുത്തേണ്ടത്? 6-7 മാസം ഗർഭിണിയാണ്. അവരെ കൂടെ ഇരുത്തി മുൻവശത്തിരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോകണം സുരക്ഷിതമായിട്ട്. അതിന് പകരം പിന്നിവശത്ത് കിടത്തിയിരിക്കുകയാണ്. തീ കത്തിയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ കഴിഞ്ഞില്ല. അതെന്താണ്? അവർക്ക് ആശുപത്രിയിൽ നിന്ന് കൊടുത്ത മരുന്നിൻ്റെ കൂടെ വല്ല സെഡേറ്റീവായിട്ട് എന്തെങ്കിലും സാധനം ഇയാൾ മനഃപൂർവ്വം കൊടുത്തോ? അവരെന്തുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് കാറ് തുറക്കാനായിട്ട് അവർ അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്ന കാർ അവർക്ക് തുറക്കാനറിയാം. അവരെന്തുകൊണ്ട് തുറന്നില്ല? കാരണം അവർ അബോധാവസ്ഥയിലായിരുന്നു. അവർക്കതിനകത്ത് സെഡേറ്റീവായി ഏതെങ്കിലും പിൽസ് കൊടുത്തോ? ഇവർ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മരുന്നിൻ്റെ കൂടെ ആ ഗുളിക കഴിക്കണോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചിലപ്പം കുട്ടിക്ക് അത് വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് നല്ലതാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുത്തിട്ട് അവർ അബോധാവസ്ഥയിലായോ? അതുകൊണ്ടാണ് അവർ പിന്നിൽ കിടന്നത്. ഇയാൾ വാഹനം ആശുപത്രിയിൽ നിന്ന് ഭാര്യയെ കാണിച്ച് അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അന്നേരം മുതൽ ഇവർ പിന്നിൽ കിടക്കുകയാണോ? ഇതിപ്പോൾ അവരോട് ചോദിച്ച് നമുക്ക് അതിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അവർ ഇപ്പം ജീവിതത്തിലില്ല. ഇയാൾ പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ. എന്താണ്, എവിടെ, ഏത് ആശുപത്രിയിൽ പോയി, അവിടെ എത്ര മണിക്ക് ചെന്നു? ഈ സംഭവം നടക്കുന്ന 9:30-ക്കായിരുന്നു. ഇതുവരെ ഇവരെവിടെയായിരുന്നു? ഇവരെ വീട്ടിൽ നിന്ന് ഇവരെപ്പം പോയി? ആശുപത്രിയിൽ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ അതോ ആശുപത്രിയിൽ പോയോ? പിൻവശത്ത് തീ പടരുന്നതും പുക വരുന്നതും നാട്ടുകാർ കണ്ടിട്ടുണ്ട് കാർ ഓടുമ്പോൾ. അപ്പോൾ പിൻവശത്ത് എന്തോ ഇയാൾ വാങ്ങി വെച്ചിരിക്കുന്നു. ഇനി വേറൊരു വിധത്തിൽ നമുക്ക് ചിന്തിക്കാം. സോനയുടെ ഭർത്താവിൻ്റെയും അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും സ്ത്രീകൾ 1-2 ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരെന്തെങ്കിലും കൃത്രിമം കാണിച്ചതാണോ? അങ്ങനെയും ചിന്തിക്കാം നമുക്ക്. പക്ഷേ ആ ചിന്ത വഴിമാറിപ്പോകും. അതിൻ്റെ കാരണം ഇയാൾ കാറിൽ നിന്നിറങ്ങി ഇയാൾ ശരീരത്തിലുള്ള തീ കെടുത്താൻ ശ്രമിക്കുന്ന ഇതിൻ്റെ ഇടയിലാണ് പറയുന്നത് കാറിൻ്റെ പിന്നിൽ ആളുണ്ടെന്ന്. ഇയാൾക്ക് 60% പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ചിലപ്പം അന്നേരം സ്വയം രക്ഷപ്പെടാനുള്ള മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. ഭാര്യയുടെ പക്ഷേ സ്വാഭാവികമായിട്ട് ഒരാൾ തീ പൊള്ളലേറ്റ് മരിക്കും തോയാലും സ്വന്തം ഭാര്യയും കുട്ടികളെയും രക്ഷപ്പെടുത്താൻ അയാൾ ശ്രമിക്കും. അയാൾ അതിൽ ചിലപ്പം മരിച്ച് വീഴുകയും ചെയ്യും. അതാണ് മനുഷ്യപ്രകൃതി. സ്നേഹമുള്ളിടത്ത്, ആ കുടുംബത്തിനോട് സ്നേഹമുള്ളിടത്ത്, ഭാര്യയോട് മക്കളോട് സ്നേഹമുള്ളിടത്ത് അതാണ് സാധാരണഗതി സംഭവിക്കുന്നത്. ഇവിടെ ഭാര്യ പിന്നിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇയാൾ ഡോറ് തുറന്ന് നമുക്കറിയാം സീറ്റ് ബെൽറ്റ് മുൻവശത്ത് ഇട്ടിട്ടുണ്ടാവും. കാറിനകത്ത് തീ ഉണ്ടെന്ന് അല്ലെങ്കിൽ സ്മോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ അറിയാമെങ്കിൽ മനസ്സിലായ ഇമ്മീഡിയറ്റായിട്ട് ബെൽറ്റ് നമ്മൾ ഊരും, കാറ് തുറന്നിറങ്ങും. എന്നിട്ട് ഭാര്യ പുറകിലാണ് കിടക്കുന്നെങ്കിൽ ആ ഡോറ് തുറന്ന് അവളെ അവിടുന്ന് കോരിയെടുത്ത് റോഡിൻ്റെ സൈഡിൽ കൊണ്ടിരുത്തും. അത് മനുഷ്യപ്രകൃതിയാണ്. സ്നേഹമുള്ളിടത്ത് അങ്ങനെയാണ്. ഇവിടെ അതൊന്നും കണ്ടില്ല. അവിടെ സംശയമാണ്. ഇന്നലെ ഈ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒന്നിനോടൊന്ന് ചേരുന്നില്ല, കോൺട്രഡിക്ഷൻസ് ഉണ്ട്, പൊരുത്തമില്ലായ്മ വരുന്നുണ്ട്. ആ കേസിൻ്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ അത് പറഞ്ഞില്ല. ഇന്ന് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ അമ്മാവൻ അവരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു. അവർക്ക് സംശയമുണ്ട് ഈ കാര്യത്തിൽ. പെൺകുട്ടിയുടെ അമ്മാവൻ AK സത്യൻ ഈ കാര്യത്തിൽ സംശയം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഫോറൻസിക് പരിശോധനയിൽ പെട്രോൾ ടാങ്കിന് ലീക്കില്ല. എൻജിനിൻ്റെ റേഡിയേറ്ററിൽ ഭാഗത്തുനിന്ന് തീ പടർന്നിട്ടില്ല. AC-ന്ന് തീ പടർന്നിട്ടില്ല. കാറിൻ്റെ പിൻഭാഗത്തു നിന്നാണ് തീ പടർന്നത്. ഏതായാലും കാറിൻ്റെ പിന്നിൽ നിന്നാണ് ആദ്യം തീയും പുകയും കണ്ടത് നാട്ടുകാർ. അവിടെ കാറ് ലോക്ക് ചെയ്തിരിക്കുന്ന മുൻവശത്തിരുന്ന ആൾ ആണല്ലോ കാറ് ലോക്ക് ചെയ്യുന്നത്. മുൻവശത്ത് ഡ്രൈവ് ചെയ്യുന്ന ആൾ കാറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിൻവശത്തെ ചില വാഹനത്തിൽ ഡോറ് തുറക്കാൻ കഴിയില്ല.
അത് ലോക്ക് ചെയ്തിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് അയാളുടെ ഇൻറ്റൻഷൻ ക്ലിയറാണ്. എന്തോ ദുരൂഹത ഇതിനകത്തുണ്ട്. അത് ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് നമുക്ക് വെളിവാകുള്ളൂ. 60% പൊള്ളലുണ്ടെന്നാണ് ആദ്യം വരുന്ന വാർത്തകൾ. അതെത്രത്തോളം ശരിയാണ്? ഇയാളുടെ ഷർട്ട് മാത്രമാണ് കത്തിയത്. അതെങ്ങനെ കത്തി? ഷർട്ടിൻ്റെ ഏത് വശം കത്തി എന്നുള്ളത് വലിയ പ്രാധാന്യമുണ്ട്. കാരണത്തിരിക്കുന്ന ആളുടെ ഷർട്ട് കത്തിയാണ് അയാൾ ഇറങ്ങിയത്, അതോ ഇയാൾ ഈ വൈഫിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പൊള്ളിയതാണോ? അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അയാളെ ഷർട്ട് പോലീസ് ഏതായാലും കസ്റ്റഡിയിലെടുക്കണം. അത് തന്നെയല്ല, കാറിനകത്ത് ഫോറൻസിക് പരിശോധന കിടന്നെങ്കിലും പിൻവശത്തെ ഏതെങ്കിലും പെട്രോൾ വെച്ചിരുന്നോ, എന്തെങ്കിലും പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ ചെറുതെന്തെങ്കിലും വെച്ചിരുന്നോ, എപ്പോഴാണ് ഈ പുക കണ്ടത്, അതിനു മുമ്പ് ഈ വാഹനം എവിടെയെങ്കിലും നിർത്തിയിരുന്നോ, ഈ വഴി സൈഡിൽ എവിടെയെങ്കിലും ഇയാൾ ശേഖരിച്ച് വെച്ചിരുന്നോ? കാരണം ഭാര്യ അബോധാവസ്ഥയിലാണ് കിടക്കുന്ന അയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇയാളെ വീടിനടുത്ത് 2 കിലോമീറ്റർ ഇപ്പുറത്തതാണ് ഈ കത്തിയിരിക്കുന്നത്, അയാൾക്ക് സൗകര്യമുള്ളിടത്ത് ഈ സാധനം ഒളിച്ചു വെക്കാം. ഇതെല്ലാം പോലീസ് ആ ഭാഗമൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മേപ്പേർ പോലീസിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ എന്നാണ് നമുക്ക് തോന്നുന്നത്. പാലേരി കല്ലിക്കണ്ടൽ മീത്തൽ ശ്രീനിവാസൻ്റെയും വസന്തയുടെ മകളാണ് സോന. സഹോദരൻ സോനു ഉണ്ട്. 3 വർഷമായിരുന്നു മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. പ്രണയ വിവാഹമായിരുന്നു. വിദേശത്തായിരുന്ന രജിൻലാൽ 1 മാസം മുമ്പ് വന്നു. അപ്പോൾ 1 മാസത്തിനിടയ്ക്ക് അയാളുടെ നീക്കങ്ങൾ മുഴുവൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവർ രണ്ടുപേരും താമസിക്കുന്ന വീടും പരിസരവും തീർച്ചയായിട്ടും അവരുടെ ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ കുറച്ച് വിവരങ്ങൾ കിട്ടുമായിരിക്കാം. ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്നാണോ രാവിലെ പോയതെന്നൂടെ നമുക്ക് മനസ്സിലാക്കണം, അതോ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചെങ്കിലേ ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്കും വരികയുള്ളൂ. എങ്കിലും ഭർത്താവ് രജിൻലാലിൻ്റെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും എല്ലാം സംശയാസ്പദമാണ്.